അടുത്തതൊരു പ്രോബ്ലം സെക്ഷനാണ്. തന്നിരിക്കുന്ന പ്രോബ്ലം നോട്ട് ചെയ്യാം. A 30 cm diameter pipe conveying water branches into two pipes of diameter 20 cm and 15 cm respectively. If the average velocity in the 30 cm diameter pipe is 2.5 meter per second, find the discharge in this pipe. Also determine the velocity in 15 cm pipe if the average velocity in 20 cm diameter pipe is 2 meter per second. ഇവിടെ നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷനുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്കറിയാം ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ തന്നിരിക്കുന്ന പ്രോബ്ലം അനുസരിച്ചൊന്ന് ശ്രദ്ധിക്കുക. നമുക്കൊരു പൈപ്പ് തന്നിട്ടുണ്ട്, ഒരു 30 cm ഡയമീറ്റർ ഉള്ള ഒരു പൈപ്പാണ് തന്നിട്ടുള്ളത്. അതിലൂടെ വാട്ടറാണ് ഫ്ലോ ചെയ്യുന്നത്. ആ പൈപ്പ് രണ്ട് ബ്രാഞ്ചായിട്ട് തിരിയുന്നുണ്ട്. മെയിൻ പൈപ്പ് ബ്രാഞ്ചസ് ഇൻറ്റു 2 പൈപ്സ്. അതായത് മെയിൻ പൈപ്പ് രണ്ട് ബ്രാഞ്ചായിട്ട് തിരിയുന്നു. അതിൽ ഒരു പൈപ്പിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 20 cm, മറ്റൊന്നിൻ്റെ ഡയമീറ്റർ 15 cm. അതേപോലെ മെയിൻ പൈപ്പിൽ, അതായത് 30 cm ഡയമീറ്റർ പൈപ്പിലൂടെയുള്ള ഫ്ലോ വെലോസിറ്റി വാട്ടറിൻ്റെത് 2.5 meter per second ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ആ പൈപ്പിലുള്ള ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കൂടാതെ 15 cm ഡയമീറ്റർ ഉള്ള പൈപ്പിലെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കും. ഇപ്പോൾ 20 cm ഡയമീറ്റർ പൈപ്പിലെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, 2 meter per second ആണ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടിയിരിക്കുന്നത് തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് എടുത്തെഴുതുക. പിന്നെ ഈ ക്വസ്റ്റിനെ സ്കിമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്കിനി സ്കിമാറ്റിക്കലി ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇങ്ങനെ വരും. എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ഒരു മെയിൻ പൈപ്പ് ഉണ്ട്, അതായത് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് മെയിൻ പൈപ്പ്, അതായത് സെക്ഷൻ പൈപ്പ് നമ്പർ 1. അതിൻ്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 30 cm ആണ്. കൂടാതെ ഈ പൈപ്പിലൂടെയുള്ള ഫ്ലോ വെലോസിറ്റി എന്ന് പറയുന്നത് 2.5 meter per second ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ പൈപ്പ് രണ്ട് സെക്ഷനായിട്ട് ബ്രാഞ്ച് ആവുകയാണ്. അതായത് ഈ പോയിന്റിൽ നിന്ന് പൈപ്പ് ബ്രാഞ്ചിങ് നടക്കുകയാണ്. രണ്ട് പൈപ്പായിട്ട് ബ്രാഞ്ച് ചെയ്യുന്നു. ഇത് ഒരു പൈപ്പ്, അതായത് രണ്ടാമത്തെ പൈപ്പ്. കൂടാതെ ഈ കാണുന്നത് തേർഡ് പൈപ്പ്, നമ്പർ 3. ഓക്കെ, ഈ രണ്ടാമത്തെ പൈപ്പിലൂടെയുള്ള ഡയമീറ്റർ അല്ലെങ്കിൽ അതിലത്തെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഇതിപ്പോൾ സെക്കൻഡ് പൈപ്പാണ്. ഇതാണ് ഫ്ലോ ഡിറക്ഷൻ വരുന്നത്. അതിലൂടെയുള്ള ഫ്ലോ വെലോസിറ്റി എന്ന് പറയുന്നത് 2 meter per second ആണ് തന്നിട്ടുണ്ട്. അതുപോലെ ആ പൈപ്പിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 20 cm ആണ്. അതുപോലെ മൂന്നാമത്തെ പൈപ്പിലൂടെ ഉള്ള വെലോസിറ്റി എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ആ പൈപ്പിൻ്റെ ഡയമീറ്റർ നമുക്ക് 15 cm എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ടോട്ടൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. അതായത് ഒന്നാമത്തെ പൈപ്പിലുള്ള ഡിസ്ചാർജ് എത്രയാണ്, അതായത് Q1. അതുപോലെ V3, മൂന്നാമത്തെ പൈപ്പിലൂടെയുള്ള ഫ്ലോ വെലോസിറ്റി V3യും കണ്ടുപിടിക്കണം. നമുക്കറിയാം ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്.
സോ ഇപ്പോൾ പൈപ്പ് ഒന്നാമത്തെ പൈപ്പിലൂടെ ഒരു 5 ലിറ്റർ വാട്ടർ ഫ്ലോ ചെയ്തു എന്ന് അസ്യൂം ചെയ്യും. ഇവിടെ പൈപ്പ് രണ്ടായിട്ട് സ്പ്ലിറ്റായി, അതായത് പൈപ്പ് നമ്പർ 2ഉം പൈപ്പ് നമ്പർ 3 ആയിട്ട് സ്പ്ലിറ്റായി. പൈപ്പ് 1ലൂടെ 5 ലിറ്റർ വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് എത്ര കിട്ടണം? 5 ലിറ്ററിന് കിട്ടണം. അതായത് ടോട്ടൽ ഡിസ്ചാർജ് എപ്പോഴും എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ടോട്ടൽ ഡിസ്ചാർജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇപ്പം പൈപ്പ് നമ്പർ 1ലൂടെയുള്ള ഡിസ്ചാർജ് Q1 ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതുപോലെ പൈപ്പ് നമ്പർ 2ലൂടെയുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത് Q2 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അതുപോലെ പൈപ്പ് നമ്പർ 3ലൂടെയുള്ള ഡിസ്ചാർജ് Q3 ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? Q1 is equal to Q2 plus Q3 ആയിരിക്കും. Q1 is equal to Q2 plus Q3 ആയിരിക്കണം. കാരണം ഒന്നാമത്തെ പൈപ്പിലുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും പൈപ്പിലുള്ള ഡിസ്ചാർജിന്റെ സമ്മാണ്. കാരണം ഇവിടെ നിന്ന് വരുന്ന വാട്ടർ, അതായത് ഒന്നാമത്തെ പൈപ്പിലൂടെ വരുന്ന വാട്ടർ ഇവിടെ നിന്ന് എന്താണ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് പോവുകയാണ്. എന്താണ് ടോട്ടൽ വോളിയം ഓഫ് ഫ്ലോ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയി നിലനിൽക്കണം. ഇൻലെറ്റിൽ എത്ര യൂണിറ്റ് വാട്ടർ എൻ്റർ ചെയ്തോ ഔട്ട്ലെറ്റിലൂടെ അത്ര തന്നെ വോളിയം പുറത്തോട്ട് വരണം. ഇതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ്. അതായത് ടോട്ടൽ ഡിസ്ചാർജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണം. അടുത്ത നമുക്ക് അതിന്റെ സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യാം. നമ്മളിവിടെ തന്നിട്ടുള്ളത് D1, അതായത് ഒന്നാമത്തെ പൈപ്പിന്റെ ഡയമീറ്റർ എത്ര തന്നിരിക്കുന്നത്? 30 സെന്റിമീറ്റർ. സെന്റിമീറ്ററുള്ള പാരാമീറ്റേഴ്സിനെ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ 0.3 മീറ്റർ. ഡയമീറ്റർ ആണെങ്കിൽ പിന്നെ ഏരിയ എത്രയാണെന്നാണ് അടുത്തത് കണ്ടുപിടിക്കുന്നത്. ഏരിയ ഓഫ് ദി പൈപ്പ്. ഏരിയ is equal to pi by 4 D1 square, where D1 is the diameter of pipe 1. Substitute ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? pi by 4 into 0.3 square, which is equal to 0.07068 meter square. ഒന്നാമത്തെ പൈപ്പിലൂടെയുള്ള വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് 2.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ നമുക്ക് 2.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്തതായിട്ട് രണ്ടാമത്തെ പൈപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ഡയമീറ്റർ എന്ന് വരുന്നത് 20 സെന്റിമീറ്റർ ആണ്. അതിന് നമ്മൾ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 0.20 മീറ്റർ. രണ്ടാമത്തെ പൈപ്പിന് ഏരിയ എന്ന് വരുന്നത് pi by 4 D2 square, which is equal to pi by 4 0.2 square, which is equal to 0.0314 meter square. Area of second pipe, അതായത് ഈ കാണിച്ചിരിക്കുന്ന പൈപ്പിന്റെ ഫ്ലോ ഏരിയ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിലൂടെയുള്ള ഫ്ലോ വെലോസിറ്റി എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്തത് മൂന്നാമത്തെ പൈപ്പിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ്. അതിന് SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.15 മീറ്റർ. ഇനി ആ പൈപ്പിന്റെ ഏരിയ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് A3 is equal to pi by 4 D3 square, which is equal to pi by 4 0.15 square. D3 എന്ന് പറയുന്നത് 0.15 ആണ്, which is equal to 0.0314 meter square. നമുക്കറിയാം ഇൻലെറ്റിലുള്ള ഡിസ്ചാർജ് which is equal to Q outlet. അതായത് ഒരു പൈപ്പിന്റെ ഇൻലെറ്റിലോട്ട് എത്ര വോളിയം ഓഫ് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നുണ്ടോ
അതിൻ്റെ ഔട്ട്ലെറ്റിലൂടെ എൻ്റർ ചെയ്ത് അതേ വോളിയം തന്നെ പുറത്തോട്ട് വരണം. ഇൻപുട്ട് ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ആയിരിക്കണം. എത്ര ഫ്ലൂയിഡ് പൈപ്പിലേക്ക് എൻ്റർ ചെയ്തോ അത്ര തന്നെ ഫ്ലൂയിഡ് പൈപ്പിൽ നിന്ന് പുറത്തോട്ട് വരണം. അതായത് ഡിസ്ചാർജ് ഇൻടു ദ പൈപ്പ് ഇസ് ഈക്വൽ ടു ഡിസ്ചാർജ് ഫ്രം ദ പൈപ്പ്. പൈപ്പിലോട്ടുള്ള ഡിസ്ചാർജ് ക്യൂ ഇൻലെറ്റ് ആണെങ്കിൽ പൈപ്പിൽ നിന്ന് പുറത്തോട്ടുള്ള ഡിസ്ചാർജ് ക്യൂ ഔട്ട്ലെറ്റ് ആണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ക്യൂ ഇൻലെറ്റ് ഇസ് ഈക്വൽ ടു ക്യൂ ഔട്ട്ലെറ്റ് ആയിരിക്കും. ദെൻ ഇൻലെറ്റിലുള്ള ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? Q1 ആണ്. കാരണം ഇതാണ് നമ്മുടെ മെയിൻ പൈപ്പ്. ഇവിടുത്തെ ഡിസ്ചാർജ് Q1 ആണ്. പൈപ്പ് 2 ബ്രാഞ്ച് ആയിട്ടാണ് പോകുന്നത്, Q2 Q3, അല്ലെങ്കിൽ സെക്കൻഡ് പൈപ്പും തേർഡ് പൈപ്പും. സെക്കൻഡ് പൈപ്പിലുള്ള ഡിസ്ചാർജ് നമ്മൾ പറഞ്ഞു Q2, തേർഡ് പൈപ്പിലുള്ള ഡിസ്ചാർജ് നമ്മൾ പറഞ്ഞു Q3. സോ ഇത് Q1 is equal to Q2 plus Q3 ആയിരിക്കും. എങ്ങനെ എഴുതാം? Q1 is equal to Q2 plus Q3. Q1 എന്ന് പറയുന്നത് എന്താണ്? A1 into V1. A1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ഓഫ് പൈപ്പ് 1, V1 is the velocity of flow through pipe 1. അതുപോലെ Q2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A2 V2, where A2 is the area of flow of the pipe 2 and V2 is the velocity of flow through the pipe 2. And Q3 is equal to A3 V3, where A3 is the cross-sectional area of flow of pipe 3 and V3 is the velocity of flow of the liquid through the pipe 3. Then നമ്മൾ just substitute ചെയ്യാം. Q1 is equal to A1 V1 ആണ്. A1 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി, അതുപോലെ V1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Q1 is equal to 0.1767 meter cube per second. Similarly, Q2 is equal to A2 V2. കണ്ടുപിടിച്ച പാരാമീറ്റേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Q2 is equal to 0.0628 meter cube per second. അടുത്തത് നമുക്കറിയാം കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം Q1 is equal to Q2 plus Q3 ആണ്. കിട്ടിയിരിക്കുന്ന പാരാമീറ്റേഴ്സ്, അതായത് Q1 നമുക്കറിയാം, Q2 നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q1 is equal to Q2 plus Q3. Q1 is equal to 0.1767 and Q2 is equal to 0.0628 and Q3 നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? Q3 is equal to 0.1767 minus 0.0628. Then we have Q3 is equal to 0.1139 meter cube per second. തേർഡ് പൈപ്പിലൂടെയുള്ള ഡിസ്ചാർജ് എത്ര നമുക്ക് കിട്ടി? ഡിസ്ചാർജ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം, എന്താണ്? ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. നമുക്കറിയാം Q3 is equal to A3 V3 ആണ്. A3 എത്രയാണെന്ന് നമുക്കറിയാം, V3 ആണ് നമുക്കിവിടെയുള്ള അൺനോൺ ഫാക്ടർ എന്ന് വരുന്നത്. സോ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? V3 is equal to Q3 divided by A3, that is 0.1139 divided by 0.01767, which is equal to 6.44 meter per second, which is equal to V3. V3 is equal to 6.44 meter per second. ഇതാണ് ഒരു ബ്രാഞ്ച്ഡ് പൈപ്പിന്റെ കേസിലുള്ള പ്രോബ്ലം സോൾവിംഗ് മെത്തഡോളജി. നമ്മൾ തന്നിരിക്കുന്ന പ്രോബ്ലത്തിന് അല്ലെങ്കിൽ പൈപ്പിന് എന്താണ് 2-3 ബ്രാഞ്ചായിട്ട് സ്പ്രെഡ് ഡീവിയേറ്റ് ചെയ്യുകയാണ്, ഡിസ്ട്രിബ്യൂട്ടഡ് ആവുകയാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഡിസ്ചാർജ് കോൺസ്റ്റന്റ് ആണ്. ഈ അസംഷൻ യൂട്ടിലൈസ് ചെയ്യുക. അതായത് ഇൻലെറ്റിലുള്ള ഡിസ്ചാർജും ഔട്ട്ലെറ്റിലുള്ള ഡിസ്ചാർജും എന്തായിരിക്കണം? സെയിം ആയിരിക്കും. ദാറ്റ്സ് ഓൾ. അടുത്ത പ്രോബ്ലം നോട്ട് ചെയ്യുക. The water is flowing through a pipe having diameters 20 cm and 10 cm
at section 1 and 2 respectively. The rate of flow through pipe is 35 liters per second. The section 1 is 6 meter above the datum and section 2 is 4 meter above the datum. If the pressure at section 1 is 39.24 Newton per centimeter square, find the intensity of pressure at section 2. The water is flowing through a pipe having diameter 20 centimeter and 10 centimeter at section 1 and 2 respectively. Section 1 diameter എന്ന് പറഞ്ഞാൽ 20 centimeter ആണ്. Section 2 diameter എന്ന് പറയുന്നത് 10 centimeter ആണ്. അത് ക്ലിയർ ആണ്. എന്താണ്? ഒരു ടാപ്പേഡ് പൈപ്പാണ് നമുക്ക് തന്നിട്ടുള്ളത്. The rate of flow through pipe is, rate of flow എന്ന് പറഞ്ഞാൽ discharge. The discharge through the pipe is 35 liters per second. Section 1 is 6 meter above the datum. And section 2 is 4 meter above the datum. അതായത് ഒരു റെഫറൻസ് ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ റെഫറൻസ് ലൈനിൽ നിന്ന് ഈ പൈപ്പിന്റെ സെൻട്രൽ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് അറ്റ് സെക്ഷൻ 1ലും സെക്ഷൻ 2ലും ആ ഡിസ്റ്റൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് സെക്ഷൻ 1 എന്ന് പറയുന്നത് 6 മീറ്റർ എബോവ് ആണ് ഡാറ്റം ലൈൻ. അതുപോലെ സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡാറ്റം ലൈനിൽ 4 മീറ്റർ എബോവ് ആണ്. അതുപോലെ നമുക്ക് സെക്ഷൻ 1ലെ പ്രഷർ തന്നിട്ടുണ്ട് 39.24 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. Find the intensity of pressure at section 2. ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? 2 സെക്ഷൻ തന്നിട്ടുണ്ട്. 2 സെക്ഷനിലുള്ള ഡാറ്റം അല്ലെങ്കിൽ ഡാറ്റം എത്രയാണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ള ഒരു സെക്ഷനിലുള്ള പ്രഷർ തന്നിട്ടുമുണ്ട്. അതുപോലെ ഏരിയ തന്നിട്ടുണ്ട്, ഡിസ്ചാർജും തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബെർണോളിസ് തിയറം ആണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ബെർണോളിസ് തിയറം അറ്റ് സെക്ഷൻ 1ലും സെക്ഷൻ 2ലും ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യുക. എന്നിട്ട് അൺനോൺ ഫാക്ടർ കണ്ടുപിടിക്കുക. അതിന് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള പാരാമീറ്റേഴ്സിനെ അല്ലെങ്കിൽ വാല്യൂസിനെ ഒരു ഡയഗ്രത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്കിമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുക. ഈ ക്വസ്റ്റ്യനെ സ്കിമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുക. എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എന്താണ് തന്നിട്ടുള്ളത്? പൈപ്പിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. 20 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററുമാണ് പൈപ്പിന്റെ ഡയമീറ്റർ. 2 സെക്ഷൻസ് ആണുള്ളത്. സെക്ഷൻ 1ഉം സെക്ഷൻ 2 ആണ് തന്നിരിക്കുന്നത്. സെക്ഷൻ 1ഉം ആൻഡ് സെക്ഷൻ 2. റേറ്റ് ഓഫ് ഫ്ലോ നമുക്ക് തന്നിട്ടുണ്ട് 35 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. പിന്നെ തന്നിട്ടുള്ള സെക്ഷൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മീറ്റർ എബോവ് ദ ഡാറ്റം. അതുപോലെ സെക്ഷൻ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മീറ്റർ എബോവ് ദ ഡാറ്റം. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് സെക്ഷൻ 1ലെ പ്രഷർ ഇൻറ്റൻസിറ്റി ആണ് 39.24 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. നമ്മൾ സെക്ഷൻ 2ലെ പ്രഷർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് സെക്ഷൻ 2. സോ ഇതിനെന്ത് ചെയ്യുക? ആദ്യം സ്കിമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുക. നോക്കൂ, ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട് ഒരു പൈപ്പാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിന്റെ സെക്ഷൻ 1 എന്ന് പറയുന്നത് ഏതാണ്? ഈ കാണിച്ചിരിക്കുന്നതാണ് സെക്ഷൻ 1. സെക്ഷൻ 1ലെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുള്ളത് 20 സെന്റിമീറ്റർ ആണ്. പിന്നെ ഈ കാണിച്ചിരിക്കുന്നതാണ് സെക്ഷൻ 2. സെക്ഷൻ 2ലെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുള്ളത് 10 സെന്റിമീറ്റർ ആണ്. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 1 എന്ന് പറയുന്നത് 6 മീറ്റർ എബോവ് ദ റെഫറൻസ് ലൈൻ അല്ലെങ്കിൽ ഡാറ്റം ലൈൻ. സെക്ഷൻ 1 എന്ന് പറയുന്നത് 6 മീറ്റർ എബോവ് ദ റെഫറൻസ് ലൈൻ. ഇവിടെ ഏതാണ് റെഫറൻസ് ലൈൻ വരുന്നത്? ഇതാണ് റെഫറൻസ് ലൈൻ അല്ലെങ്കിൽ
ഡാറ്റം ലൈൻ. ഈ ഡാറ്റത്തിൽ നിന്ന് 6 മീറ്റർ എബോവ് ആണ് സെക്ഷൻ 1. അതുപോലെ സെക്ഷൻ 2 എന്ന് പറയുന്നത് റെഫറൻസ് ലൈനിൽ 4 മീറ്റർ എബോവ് ആണ്, അതായത് ഈ ഡിസ്റ്റൻസ്. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് സെക്ഷൻ 1ലൂടെയുള്ള ഫ്ലൂയിഡിന്റെ ഫ്ലോയിങ് പ്രഷർ എത്രയാണ് തന്നിരിക്കുന്നത്? 39.24 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. നമ്മൾ കാണേണ്ടത് എന്താണ്? സെക്ഷൻ 2വിലുള്ള പ്രഷർ എത്രയാണ്? സെക്ഷൻ 2വിലുള്ള പ്രഷർ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? P2 എന്ന് ഡിനോട്ട് ചെയ്യാം. P2. പിന്നെ നമുക്ക് അഡീഷണലി ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഡിസ്ചാർജ് ആണ് തന്നിട്ടുള്ളത്. ദ റേറ്റ് ഓഫ് ഫ്ലോ ത്രൂ ദ പൈപ്പ് ഈസ് 35 liters per second. ദാറ്റ് ഈസ് ഡിസ്ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? 35 liters per second. 35 liters per second. സോ നമ്മൾ അതിനെ ഡയഗ്രമാറ്റിക്കലി അല്ലെങ്കിൽ സ്കീമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്തു? റെപ്രസെന്റ് ചെയ്തു തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ. ഇനി തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് എന്ത് ചെയ്യുക? എടുത്തെഴുതുക. സെക്ഷൻ 1ലും സെക്ഷൻ 2ലും തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് ആണ് എടുത്തെഴുതേണ്ടത്. എന്ത് വരും? അറ്റ് സെക്ഷൻ 1 നമുക്കറിയാം D1 is equal to 20 cm. അതായത് സെക്ഷൻ 1ലെ ഡയമീറ്റർ ആണ് 20 cm. അതിന് SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് 0.2 മീറ്റർ. സോ ഡയമീറ്റർ കിട്ടി. സോ ഏരിയ എന്തായിരിക്കും? സെക്ഷൻ 1ലെ ഏരിയ എന്ന് പറയുന്നത് A1 ആണ്. A1 is equal to pi by 4 D1 square. Substitute here, solve here. Then we have A1 is equal to 0.0314 meter square. Then P1 തന്നിട്ടുണ്ട് 39.24 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഇത് തന്നിരിക്കുന്നത് SI യൂണിറ്റിലല്ല. സോ എന്ത് ചെയ്യണം? SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ എല്ലാ ക്വാണ്ടിറ്റീസും ഒരേ യൂണിറ്റിലായിരിക്കണം. ഒന്നെങ്കിൽ എന്ത് ചെയ്യാണ്? CGS യൂസ് ചെയ്യുക, അല്ലെങ്കിൽ MKS യൂസ് ചെയ്യുക, അല്ലെങ്കിൽ SI യൂണിറ്റ് യൂസ് ചെയ്യുക. നമ്മൾ കൺവെൻഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നത് SI യൂണിറ്റാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? എല്ലാത്തിനെയും തന്നിരിക്കുന്നത് എല്ലാത്തിനും എന്ത് ചെയ്യുക? SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്നുള്ളത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10⁻². സോ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10⁻⁴. അത് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ 10⁻⁴ എന്ന് വരും. സോ വി ഹാവ് P1 is equal to 39.24 into 10⁻⁴ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പിന്നെ തന്നിരിക്കുന്നത് Z1 ആണ്. ഡാറ്റ Z1 is equal to 6 മീറ്റർ. അടുത്തതായിട്ട് സെക്ഷൻ 2 കൺസിഡർ ചെയ്യാം. ഇതേ അനാലിസിസ് തന്നെ. സെക്ഷൻ 2ൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഡയമീറ്റർ തന്നിട്ടുണ്ട് 0.1 മീറ്റർ. ദെൻ അതിൻ്റെ ഏരിയ കാണുക, ഇറ്റ് ഈസ് pi by 4 D2 സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ A2 is equal to 0.00785 meter square. And Z2 is equal to 4 meter. P2 ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട ഫാക്ടർ. Then rate of flow നമുക്ക് തന്നിട്ടുണ്ട് 35 liters per second ആണ്. 35 liters per second ആണ്. ലിറ്റേഴ്സ് പെർ സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യണം? SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. SI യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ലിറ്ററിനെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 1000. സോ വി ഹാവ് 35 divided by 1000 which is equal to 0.035 meter cube per second. This is the discharge Q. Okay. നമുക്കറിയാം ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ദാറ്റ് ഈസ് A1 V1 is equal to A2 V2. അതായത് സെക്ഷൻ 1ലെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Q1 ആണ്. Q1 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? A1 V1. അടുത്തതായിട്ട് സെക്ഷൻ 2 കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ ഡിസ്ചാർജ് Q2 എന്ന് റെപ്രസെന്റ് ചെയ്യും. Q2 is equal to എന്താണ്? ഏരിയ അറ്റ് സെക്ഷൻ 2 multiplied by velocity of flow through the section 2, that is A2 V2.
നമുക്കറിയാം Q1 is equal to എന്തായിരിക്കണം, Q2 ആയിരിക്കണം. അതായത് ടോട്ടൽ ഡിസ്ചാർജ് എപ്പോഴും എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കും. Then we have A1 V1 is equal to A2 V2 ആണ്. അല്ലെങ്കിൽ Q1 is equal to A1 V1 എന്ന് എഴുതാം. A1 V1 is equal to A2 V2 which is equal to Q. Then Q is equal to A1 V1. Then we have V1 is equal to Q divided by A1. അതായത് ഈ സെക്ഷൻ 1-ലുള്ള വെലോസിറ്റി നമുക്ക് തന്നിട്ടില്ല. ഈ വെലോസിറ്റി എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. എന്ത് വരും, V1 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഡിസ്ചാർജ് എത്രയാണെന്ന് നമുക്കറിയാം, ഏരിയ ഓഫ് ഫ്ലോ നമുക്കറിയാം. Then we have V1 is equal to Q by A1. Then substitute and solve here. Then we have V1 is equal to 1.114 meter per second. Similarly, at section 2 we have Q is equal to A2 V2. Then V2 is equal to Q by A2. Q എന്ന് പറയുന്നത് 0.035 divided by A2. Then substitute and solving, we have V2 is equal to 4.456 meter per second. അടുത്തതായിട്ട് സെക്ഷൻ 1-ലും സെക്ഷൻ 2-ലും ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യും. സെക്ഷൻ 1-ലും സെക്ഷൻ 2-ലും ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യും. സെക്ഷൻ 1-ലും സെക്ഷൻ 2-ലും ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യുക. എന്ത് വരും, P1 by rho G plus V1 square by 2G plus Z1 is equal to P2 by rho G plus V2 square by 2G plus Z2. P1 അറിയാം, V1 അറിയാം, Z1 അറിയാം. അതുപോലെ ഇവിടെ P2 നമുക്ക് കിട്ടിയിട്ടില്ല. P2 ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അതുപോലെ V2 അറിയാം, Z2 അറിയാം. ഇനി എന്ത് ചെയ്യണം, ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P1 നമുക്കറിയാം 39.24 into 10 raised to 4 by rho into G. വാട്ടർ ആണെന്ന് ഫ്ലോ ചെയ്യുന്നത് നമ്മുടെ ഉണ്ട്. വാട്ടറിന്റെ ഡെൻസിറ്റി 1000 ആണ്. G എന്ന് പറഞ്ഞാൽ 9.81 പ്ലസ് V1 square by 2G. V1ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് 1.114 ആൻഡ് പ്ലസ് Z1 നമുക്കറിയാം 6 ആണ്, which is equal to P2 by rho G plus V2 square by 2G plus Z2. P2 ആണ് ഇവിടുത്തെ unknown factor അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഫാക്ടർ. The term which we want to calculate is equal to P2. ഉള്ള വാല്യൂസ് മൊത്തം ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4 plus 0.063 plus 6 is equal to P2 by 9810 plus 1.012 plus 4, which again rearranging we have 46.063 is equal to P2 by 9810 plus 5.012. So P2 by 9810 is equal to 41.051. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ P2 is equal to 40.27 into 10 raised to 4 Newton per meter square. ഇതാണ് നമുക്ക് വേണ്ട ആൻസർ. That is P2. P2 is equal to 40.27 into 10 raised to 4 Newton per meter square.